നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 1 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ദിവസമാണിത്. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം പുലർത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മാനസിക വിഷമങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് വഴി അപകടങ്ങൾ ഒഴിവാക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും വിജയവും കൈവരിക്കാൻ സാധിക്കും. വ്യാപാര മേഖലയിലുള്ളവർക്ക് ലാഭകരമായ ദിവസമാണിത്. ശരീരത്തിന് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. ശത്രുദോഷങ്ങൾ മാറിപ്പോകുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അനാവശ്യ സൗഹൃദങ്ങൾ വഴി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ കരുതലെടുക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയം നേടാനും സാധിക്കും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനും സന്തോഷം പങ്കിടാനും അവസരമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം പഴയ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുന്നത് മനസ്സിന് കുളിർമയേകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അയൽക്കാരുമായോ കുടുംബാംഗങ്ങളുമായോ അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾക്കോ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദീർഘകാലമായുള്ള പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ അനുകൂലമായ സമയമാണിത്. പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയവും ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പ്രവർത്തനങ്ങളിൽ അംഗീകാരവും പ്രശസ്തിയും തേടിയെത്തും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസമാണിത്. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ശത്രുക്കളുടെ ശല്യം കുറയുകയും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തികമായി ചില ഞെരുക്കങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ബിസിനസ്സിലോ കൃഷിയിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും ക്ഷമയോടെ നീങ്ങുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക്. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾക്ക് സാധ്യതയുള്ളതിനാൽ വിവേകത്തോടെ പ്രവർത്തിക്കുക. ശത്രുക്കളിൽ നിന്നുള്ള വെല്ലുവിളികളെ കരുതലോടെ നേരിടുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വളരെ നാളായി കാത്തിരുന്ന തൊഴിലവസരങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.